സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന സമയത്ത് വൈസ് ചാൻസലറുടെ ആബ്സെൻസ് ഉണ്ടായാൽ PVC അത് ചെയർ ചെയ്യണം. ഇനിയിപ്പോൾ PVCയുടെ ആബ്സെൻസ് ഉണ്ടായാൽ ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മെമ്പർക്ക് ആ യോഗം ചെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് കോടതി കൊടുക്കേണ്ട തീരുമാനത്തെ സംബന്ധിച്ച് ഫൈനൽ തീരുമാനം എടുക്കുമ്പോൾ എനിക്ക് ആ തീരുമാനത്തോട് യോജിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈസ് ചാൻസലർ ഇറങ്ങിപ്പോയപ്പോൾ ആ യോഗത്തിലിരുന്ന സീനിയർ സിൻഡിക്കേറ്റ് അംഗമായിട്ടുള്ള പ്രൊഫസർ ഡോക്ടർ PM രാധാമണി, എമറിറ്റസ് പ്രൊഫസറാണ് സർവകലാശാലയിലെ, ടീച്ചർ ചെയർ ചെയ്തു. ഈ തീരുമാനം 18 അംഗങ്ങൾ അംഗീകരിച്ച് അത് സർവകലാശാലയുടെ തീരുമാനമാക്കി ഇന്നലെ തന്നെ കോടതി അറിയിക്കാൻ വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലിന് അയച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ നിലവിൽ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് റദ്ദ് ചെയ്തുകൊണ്ട് രജിസ്ട്രാർക്ക് ചാർജ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡറും ഇറക്കുകയാണ് ചെയ്തത്. അപ്പോൾ സർവകലാശാല എടുത്ത തീരുമാനം 100% ശരിയായിരുന്നു. പലരും പറഞ്ഞ് BCയുടെ ആബ്സെൻസിൽ കൂടിയ സിൻഡിക്കേറ്റ് തീരുമാനത്തിന് ഒരു വിലയുമില്ല, നിയമപരമായി നിൽക്കില്ലെന്നാണ് ഇന്നലെ ചാർജുകാരിയായിട്ടുള്ള വൈസ് ചാൻസലർ പറഞ്ഞത്. ഇന്നിപ്പോൾ കോടതിയിൽ ഡോക്ടർ KS അനിൽകുമാറിൻ്റെ ഹർജി പിൻവലിക്കാൻ അനുമതി നൽകിയതോടുകൂടി ഇന്നലത്തെ സിൻഡിക്കേറ്റ് നിയമപരമാണ് എന്നാണ് ഇന്ന് കോടതി അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ KS അനിൽകുമാറിന് രജിസ്ട്രാറായി തുടരാം. ഇത് കേരള സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടും അതേപോലെ തന്നെ ആക്റ്റിനും കിട്ടിയിട്ടുള്ളൊരു അംഗീകാരമാണ്. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത് ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും വയലേറ്റ് ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല. അന്തിമ തീരുമാനം സർവകലാശാലയെ സംബന്ധിച്ചെടുക്കാനുള്ള അവകാശം സിൻഡിക്കേറ്റിനാണ്. ആ സിൻഡിക്കേറ്റ് അതിന് അവസരം കിട്ടിയപ്പോൾ അത് കൃത്യമായി തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കോടതി വിധിയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്.